ഇതാണ് നമ്മൾക്ക് പഠിക്കാനുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്. 2 ടൈപ്പ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ട് നമ്മൾ പഠിച്ചു. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു, ലോജിസ്റ്റിക് ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഈ 2 ഗ്രോത്ത് കർവും കാണിക്കുന്ന ഒരു ഗ്രാഫാണ് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്, ജീവിഗണങ്ങളുടെ വളർച്ച കാണിക്കുന്ന ഗ്രാഫ്. സോ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി n ടൈം ആയിട്ട് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് കിട്ടുന്നത്. അതിൽ എ ആൻഡ് ബി 2 ടൈപ്പ് ഗ്രോത്ത് കർവ് കാണാം. എ എന്ന് പറയുന്നതാണ് നമ്മൾ ജെ ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു കർവ്. എ എന്ന് പറഞ്ഞാൽ ജെ ഷേപ്പ്ഡ് കർവ് സൂചിപ്പിക്കുന്നത് എന്താ? ഈ റെസ്പോൺസ് ലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിൽ എന്താണ്, അൺലിമിറ്റഡ് റെസ്പോൺസസ് ആണെങ്കിൽ എങ്ങനെയാണ്, ലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഗ്രോത്ത് നടക്കുന്നതെന്നാണ് കാണിക്കുന്നത്. സോ എ കാണിക്കുന്നത് എന്ന് വെച്ചാൽ വെൻ റെസ്പോൺസസ് ആർ നോട്ട് ലിമിറ്റിംഗ് ദ ഗ്രോത്ത്, ഈ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഗ്രോത്ത് കാണിക്കുക, അതാണ് ഇത്. സോ ഒരു ലിമിറ്റ് ഇല്ലെങ്കിൽ, അതായത് ലിമിറ്റഡ് റിസോഴ്സസ് അല്ല അൺലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിൽ ഗ്രോത്തിൻ്റെ റെസ്പോൺസും അൺലിമിറ്റഡ് ആയിട്ട് കാണിക്കും. സോ വെൻ റെസ്പോൺസസ് ആർ നോട്ട് ലിമിറ്റിംഗ്, ഈ ഗ്രോത്തിൻ്റെ റെസ്പോൺസസ് ലിമിറ്റ് ചെയ്യണില്ലെങ്കിൽ ബിക്കോസ് ഓഫ് അൺലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ, റെസ്പോൺസ് ലിമിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഗ്രോത്ത് എന്താണ്, എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് dn/dt Rn. നമ്മൾ പറയുന്നത് ഇൻട്രിൻസിക് നേച്ചറാണ്. ഒരു ഓർഗാനിസത്തിനും അതിൻ്റേതായ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസി, ഇന്നേറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് R. സോ Rn. സോ എ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് എന്താണ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവാണ് ഈ എ എന്ന് പറയുന്നത്. അതൊരു സംവാട്ട് ജെ ഷേപ്പ്ഡ് ആണ്, സംവാട്ട് ഏറെക്കുറെ ഒരു ജെ ഷേപ്പ്ഡ് ഉള്ള ഒരു ഗ്രോത്ത് കർവാണ് ഈ എ എന്ന് പറയുന്നത്. ആദ്യത്തെ ഈ റെഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവിന് എക്സാമ്പിളാണ്. അതിൻ്റെ ഫോർമുലയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. രണ്ടാമത്തേതാണ് ഈ ബി കാണിച്ചിരിക്കുന്നത്, ഒരു സംവാട്ട് എസ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്. എസ് ഷേപ്പ്ഡ് നമ്മൾ പറഞ്ഞ ലാഗായിട്ട് ആദ്യം സ്ലോലി ഗ്രോ ചെയ്തു, പിന്നെ നല്ലോണം ഗ്രോ ചെയ്യുന്നു, പിന്നെ അത് ഒരു സ്റ്റേഷനറി ഫേസിലേക്ക് വരുന്നു, പിന്നെ അതൊരു അസിംപ്റ്റോട്ടിലേക്ക് എത്തുന്നു. സോ അതാണ് നമ്മൾ പറയുന്ന എന്താണ്, റെസ്പോൺസസ് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഗ്രോത്ത് റെസ്പോൺസസിനെ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഗ്രോത്ത് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലോട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതെന്താണ്, ലോജിസ്റ്റിക് ഗ്രോത്ത് കർവാണ്. ഇതാണ് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. അല്ലെങ്കിൽ എസ് ഷേപ്പ്ഡ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് പോലെയുള്ള ഒരു സംവാട്ട് എസ് ഷേപ്പ്ഡ് ആണ്. സോ സിഗ്മോയിഡ് അല്ലെങ്കിൽ നമ്മുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവാണ് ഇത്. അതിൻ്റെ ഫോർമുലയാണ് dn/dt Rn k-n/k. ഈ കെ ആണ് ഇവിടെ ഗ്രീൻ കളർ ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. കെ എന്താണ്, ക്യാരിയിങ് കപ്പാസിറ്റി എന്നുള്ള പറഞ്ഞതാണ്. കെ എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കപ്പാസിറ്റി. സോ ഈ ക്യാരിയിങ് കപ്പാസിറ്റി കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് റെസ്പോൺസസ് കാണിക്കുകയില്ല. ഏതിൽ, ലോജിസ്റ്റിക് ഗ്രോത്തിൽ. അതേസമയം ഈ ജെ ഷേപ്പ്ഡ് ആയിട്ടുള്ള റെസ്പോൺസസ് ഈ ക്യാരിയിങ് കപ്പാസിറ്റി കഴിച്ചാലും കാണിക്കുന്നു. ബിക്കോസ് അവിടെ റെസ്പോൺസസിനെ ലിമിറ്റ് ചെയ്യുന്നത്, വെൻ റെസ്പോൺസസ് ആർ നോട്ട് ലിമിറ്റിംഗ് ദ ഗ്രോത്തിനെ ഈ റെസ്പോൺസുകൾ ലിമിറ്റ് ചെയ്യുന്നില്ല. ഇവിടെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, വെൻ റെസ്പോൺസസ് ആർ ലിമിറ്റിംഗ് ദ ഗ്രോത്ത്. സോ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് ശേഷം ഒരു ഗ്രോത്ത് നടക്കുന്നില്ല. അതാണ് ലോജിസ്റ്റിക് ഗ്രോത്ത് ബി. സോ ഇതാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെ ഗ്രാഫ്, ഇതാണ് ലോജിസ്റ്റിക് ഗ്രോത്ത്. ഏറ്റവും കൂടുതൽ നേച്ചറിൽ കാണുന്നത് ഏതാണ്, ഏറ്റവും റിയൽ ആയിട്ട് കാണുന്നത്, റിയലിസ്റ്റിക് ആയിട്ടുള്ളത് കൂടുതൽ ഏതാണ്, ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. സോ ഇതാണ് 2 ടൈപ്പ് ഗ്രോത്ത്. ആ 2 എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെയും ലോജിസ്റ്റിക് ഗ്രോത്തിനെയും കാണിക്കുന്ന ആ ഒരു ഇതാണ് നമ്മൾ പഠിക്കുന്ന പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്.